എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരം വീഡിയോസ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യാജ വീഡിയോകളുമുണ്ട്, ശരിയായ വീഡിയോകൾ. നമ്മളെ ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന അടക്കമുള്ള അത് പ്രധാനപ്പെട്ട ലോക നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരുന്നിരിക്കുന്ന വലിയ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. ആ എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം, മോദിയെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, മോദി ഇസ്രയേലിൽ പോയത് ട്രംപ് പറഞ്ഞിട്ടാണ് എന്ന് ഈ എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നു എന്നിടത്താണ് അത് എങ്ങനെയാണ് ആ ബന്ധം കടന്നു വരുന്നത് എന്നുള്ള സംശയം വരുന്നത്. ഇതിലൊക്കെ ഒരു ചോദ്യം ഉയരുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാതെ അത് അസംബന്ധം എന്ന് പറയുകയും അതിനെക്കുറിച്ച് മിണ്ടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് പ്രതിപക്ഷം പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിക്കുന്നു. അടുത്തത് കരാറാണ്. ഇതുമായി ഒക്കെ കണക്ട് ചെയ്ത് വായിക്കേണ്ടി വരും. ഈ കരാർ ഇപ്പോൾ വലിയ വികസനം കൊണ്ടുവരുന്നതെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. എന്ത് വികസനമാണ്? ആ വികസനത്തെക്കുറിച്ച് ട്രംപ് പറയുമ്പോഴാണോ രാജ്യം അറിയേണ്ടത്? ട്രംപാണ് ആ വികസനവുമായി ബന്ധപ്പെട്ട ആ കരാറുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്ത് വികസനമാണ്? ഇവിടുത്തെ കർഷകരുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ പിയാസുൽ അത് വിശദമായി പറഞ്ഞു. നമ്മുടെ കർഷകരെ എങ്ങനെ ബാധിക്കും? അപ്പോൾ നെൽകർഷകരെ അടക്കം ബാധിക്കാത്ത രൂപത്തിലാണ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് സീറോ താരിഫിൽ അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് ഡംപ് ചെയ്യാനുള്ള ഒരു കരാറാണ് ഉണ്ടായിരിക്കുന്നത്. മറിച്ച് നമ്മുടെ അങ്ങോട്ടുള്ളത് 18%. ഇതിനു മുമ്പ് അമേരിക്കൻ മുൻ പ്രസിഡന്റുമായ കാലത്തും കരാറുകളുണ്ടല്ലോ. അതെങ്ങനെയാണ് ആ കരാറിൽ ഈ രൂപത്തിലുണ്ടായിരുന്നു? ഇതിനു മുമ്പുള്ള കരാറിൽ ഇത്രയധികം താരിഫില്ല. അന്നും 20%. പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല രൂപത്തിൽ തന്നെ കരാറുകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ട്രംപ് വന്നതിന് ശേഷമാണ് അത് 25% പിന്നീട് അത് 50% ഓരോ സമയത്തും നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടുകളുമായി എതിർപ്പുണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല വിവിധ രാജ്യങ്ങളോട് എന്താ പറയുക, അവർക്ക് എതിരെ എടുക്കുന്ന ഒരു നിലപാട് ആ രാജ്യങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരായ ഒരു നടപടി എന്ന രൂപത്തിലാണ് ഈ തീരുവ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരെ മാത്രമല്ല വിവിധ രാജ്യങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.